കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമായിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇപ്പോൾ ഫോണും ന്യൂസൊന്നും തുറക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ കത്തിക്കുത്ത്, കൊലപാതകം, 10 വയസ്സുള്ള പിള്ളേർ അടിയുണ്ടാക്കി കത്തിക്ക് കുത്തി കൊന്നു, അല്ലെങ്കിൽ മോഷണം, പിടിച്ചുപറി, അല്ലെങ്കിൽ സഹോദരിനെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, കേരളത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ. ഇതിലും കൂടുതലാണ്. ഞാൻ പിന്നെ പറയുന്നില്ല എന്നുള്ളൂ. നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ചിട്ടൊരു വാല്യൂ ഉള്ള കാരണം കൊണ്ട് ഞാനത് പറഞ്ഞ് മോശപ്പെടുത്തുന്നില്ല. ഇപ്പം തന്നെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ആ വീഡിയോ കാണിച്ചു തരാം. എന്നിട്ട് സഹോദര സഹോദരി ബന്ധമൊക്കെ വളരെ സ്നേഹത്തോടെ കരുതിയിരുന്ന ഒരു തലമുറയ്ക്കപ്പുറത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നത്. ഇന്നും ഉണ്ടായ ഈ സംഭവം അതൊരു 12 വയസ്സുള്ള ഒരു കുട്ടിയും 10 വയസ്സുള്ള മറ്റൊരു കുട്ടിയുമാണ് ഈ കേസിലെ രണ്ട് വശത്ത് നിൽക്കുന്നവർ. അവർ സഹോദരനും സഹോദരിയുമാണ്. ഈ സഹോദരൻ രാസലഹരി ഉപയോഗിച്ചതിന് ശേഷം അത് സഹോദരിക്കും നൽകി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുട്ടി ചെറിയ കുട്ടിയാണ്. ഈ ലഹരി ഉപയോഗിക്കാനായി ഈ കുട്ടി വെക്കൊണ്ടിരുന്നത് രാത്രിയിൽ വീട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ സൈക്കിൾ എടുത്തുകൊണ്ടാണ് വെക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം കുട്ടിയെ കാണാതായി. രാത്രിയിൽ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ വളരെ ദൂരത്ത് നിന്ന് നെടുമ്പാശ്ശേരിക്കടുത്ത് നിന്നാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. അങ്ങനെ പരിശോധനയിലാണ് ഈ കുട്ടിയെ പിന്നീട് ആശുപത്രിയിൽ ലഹരി വിമോചന കേന്ദ്രത്തിൽ എത്തിക്കുന്നു. അതിനു മുൻപ് തന്നെ കുട്ടി വളരെ വയലന്റ് ആയിട്ട് മാതാപിതാക്കളെ ഉൾപ്പെടെ ആക്രമിക്കുന്നു. താൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്, തനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മാതാപിതാക്കൾ ഉൾപ്പെടെ ജയിലിൽ പോകുമെന്നുള്ള രീതിയിൽ ഈ കുട്ടി ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ ഇപ്പോൾ ലഹരി വിമോചന കേന്ദ്രത്തിൽ ഉള്ളപ്പോഴാണ് ഈ കുട്ടി സഹോദരിക്ക് ഈ ലഹരി നൽകിയ കാര്യം പറയുന്നത്. പിന്നീട് ആ കുട്ടിയെയും ആ പ്രായപൂർത്തിയാകാത്ത ആ സഹോദരിയെയും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു. നിലവിൽ ലഹരി മോചന കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഈ കുട്ടി വളരെ ഒരു അക്രമവാസന കാണിക്കുന്നു. അത് ലഹരിയുടെ ഉപയോഗം ആ കുട്ടിയുടെ മാനസിക നില തകരാറിലാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിലുപരിയാണ് സ്വന്തം സഹോദരിക്ക് മാരകമായ ലഹരി ഈ കുട്ടി നൽകിയിരുന്നു എന്ന വിവരം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടില്ലേ, ഞാനിത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു, ഇതെന്താണ് നമ്മുടെ നാട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങോട്ടാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ ഒരു ജീവിച്ചു വരുന്നൊരു നാടാണ്. ബംഗാളിലൊക്കെ വളരെയധികം വയലൻസ് നിറഞ്ഞൊരു നാടാണ്. അവിടേക്ക് ഇത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാ വേറെ രാജ്യത്തിൻ്റെ കാര്യമാണ് ഇത്. ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുക എന്ന് പറയുമ്പോൾ, അതായത് 12 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അനിയത്തിക്ക് MDMA കൊടുക്കുന്നത്. അതായത് MDMA പോലെയുള്ള മാരകമായ വിഷങ്ങൾ ഇവർക്ക് എവിടുന്ന് കിട്ടുന്നു, അതായത് ഈ 12 വയസ്സുള്ള കുട്ടിക്ക് എവിടുന്ന് കിട്ടുന്നു എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു വ്യാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് കൊച്ചു കുട്ടിയിലിരുന്ന് വലിയ വലിയ ആൾക്കാരും അതായത് ഈ മാഫിയയിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മുടെ തൊട്ട്